കമലേഷ്, സംസ്ഥാനത്ത് പൊതുവെ ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഗ്രീൻ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. ഇന്നലെ രാത്രിയും നല്ല മഴയായിരുന്നു, രാവിലെയും നല്ല ശക്തമായ മഴ പെയ്തു. പൊതുവെയുള്ള ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ? വിനിഷ, സാധാരണഗതിയിൽ കാര്യമായ മഴ, സാധാരണഗതിയിലേതുപോലെ കാര്യമായ മഴ ഇന്ന് തിരുവനന്തപുരത്ത്, മറ്റ് ജില്ലകളിൽ ഇപ്പോൾ ഇടുക്കിയിലും മലപ്പുറത്തും വയനാടും ഉൾപ്പെടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരത്തും ശക്തമായ മഴയുണ്ടാകുമെന്ന പ്രവചനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗ്രീൻ അലർട്ടാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും രാവിലെ തൊട്ട് അല്ലെങ്കിൽ ഇന്നലെ രാത്രി തൊട്ട് ശക്തമായ മഴ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇടവിട്ട് നേരിയ തോതിലുള്ള മഴ രാവിലെ മുതൽ തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ റെഡ് അലർട്ട് എവിടെയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഓറഞ്ച് അലർട്ടാണ് 3 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഇടുക്കിയിലും മലപ്പുറത്തും അതുപോലെ തന്നെ വയനാട്ടിലും. ഏതായാലും മറ്റിടങ്ങളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്ത് കനത്ത നിലയിൽ ഇപ്പോൾ മഴ ലഭ്യമാകുന്നത് എന്നതാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കടലിലെ സാഹചര്യം അല്പം സംഘർഷഭരിതമാണ്, അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാണ് എന്ന് പറയേണ്ടി വരും. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. ഉയർന്ന തിരമാലകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിശക്തമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടലിലെ ഒരു മോശം കാലാവസ്ഥ പരിഗണിച്ച് മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ പോകരുത് എന്ന കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ തീരദേശ മേഖലയിലെയും മലയോര മേഖലയിലെയും ആളുകൾക്ക്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കർശനമായ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും തലസ്ഥാനത്തെ സംബന്ധിച്ച് കാര്യമായ മഴ ഇപ്പോൾ ലഭിക്കുന്നില്ല. വയനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയുമ്പോൾ പോലും തലസ്ഥാനം മഴയുടെ കാര്യത്തിൽ അല്പം സമാധാനമുണ്ട്. അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനിഷ. ശരി, കമലേഷാണ് സംസ്ഥാനത്തെ പൊതുവെയുള്ള ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പും ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേകമായ കാലാവസ്ഥാ സാഹചര്യമൊക്കെ വിശദീകരിച്ചത്.